खत्म कर दिया जाएगा और एक एक उग्रवादी से आतंकवादी से बदला लिया जाएगा। हम सब पूरा देश उन पीड़ित परिवारों के साथ खड़ा है। नरेंद्र भाई मोदी जी, अमित शाह जी नहीं बख्शेंगे पाकिस्तान को। जल्द खून का बदला खून से लिया जाएगा। ഇത്തരത്തിലാണ് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ജമ്മുവിലുടനീളം നടക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശ്രീനഗറിലും ജമ്മുവിലും മറ്റുമായി അനവധി പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. പ്രദേശവാസികളൊക്കെ ഇതിൻ്റെ ഭാഗമാകുന്നു. കാരണം അത്രത്തോളം അവർ അവിടെ സമാധാനം ആഗ്രഹിച്ചിരുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് ചോപ്പറുകൾ, നേവിയുടെയും മറ്റും ചോപ്പറുകൾ അവിടെയുണ്ട്. നമുക്കറിയാം ആ ചോപ്പറുകളുടെ പരിശോധന അവിടെ നടക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ ഇവർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൃത്യമായി തന്നെ, കാരണം നേരത്തെ തന്നെ ഇവിടെ പൂർണ്ണമായും സൈനികരുടെ നിയന്ത്രണത്തിലാക്കിയിരുന്നു ഈ പ്രദേശം. അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ തുലോം പരിമിതമാണ്. സ്വാഭാവികമായും അതനുസരിച്ച് ആ പ്രദേശങ്ങളിൽ അവരുണ്ടാകും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് തെരച്ചിൽ നടക്കുന്നതും മുന്നോട്ട് പോകുന്നതും. കൂടുതൽ സേനാ സംഘങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഹെലികോപ്റ്ററുകളുടെ ആധുനിക ചോപ്പർ സംവിധാനങ്ങളുടെ സഹായമുണ്ട് സേനയ്ക്ക്. നേരത്തെ നമ്മളോട് സംസാരിച്ച ശ്രീമതി ഷപ്ന പറഞ്ഞതുപോലെ ഈ പ്രദേശം അത്ര പകൽ ഈ സമയത്തൊന്നും അങ്ങനെ ആൾ സഞ്ചാരം, പൊതുവായി ആളുകളൊക്കെ ഉച്ചയോടുകൂടി ആക്റ്റീവ് ആകുന്ന ഒരു പ്രദേശമാണ്. സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെയും സേനാംഗങ്ങളുടെയും സാന്നിധ്യം മാത്രമാണ് അവിടെ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന സംഭവമുണ്ടായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ നിരവധി ആളുകൾ, യാത്രയെ മറ്റും ക്യാൻസലാക്കിയത് കൊണ്ട് രക്ഷപ്പെട്ടു പോയ നിരവധി ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളത് കൂടി ചേർത്ത് വെക്കണം. അങ്ങനെ ഓരോ തരത്തിലുമുള്ള അന്വേഷണം, ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇവർ ഒളിച്ചിരിക്കുന്നുണ്ട്, മറ്റ് ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, പ്രകോപനമായത് എന്താണ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായ തീരുമാനങ്ങൾ കൂടി, അറിവുകൾ കൂടി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സുരക്ഷ വളരെ പ്രധാനമാണ്. അവിടെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ പശ്ചാത്തലം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തകം പഹൽഗാമിലെത്തും. സംഭവ സ്ഥലത്ത് നിരീക്ഷണം നടത്തുകയും ചെയ്യും. പ്രധാനമന്ത്രിയുടെ യോഗം 11 മണിക്കാണ്. പ്രതിഷേധാണോ? ആറ് ഭീകരർ പഹൽഗാമിലെ കുന്നിൻ ചെരുവുകളിൽ ഒളിവിലുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. തെരച്ചിൽ അവിടെ തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. കൊച്ചി സ്വദേശിയായ രാമചന്ദ്രൻ അടക്കം മരിച്ച കൂട്ടത്തിലുണ്ട്. ഭൗതിക ശരീരങ്ങൾ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അടിയന്തര ഹെൽപ്പ് ഡെസ്കും ചേർന്നിട്ടുണ്ട്, ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. വിനോദയാത്രകൾക്ക് സഹായത്തിനും മറ്റുമായി ഹെൽപ്പ് ഡെസ്ക് അടക്കം രൂപീകരിച്ചുകൊണ്ടാണ് ഉള്ളത്. നമുക്ക് പ്രധാനപ്പെട്ട കാര്യം, ലോകരാജ്യങ്ങളെമ്പാടും ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വന്ന സാഹചര്യം കൂടിയും ഇതിനോട് ചേർത്ത് വെക്കുകയും വേണം. ഇന്ത്യക്ക് പിന്തുണയുമായി ലോകരാജ്യങ്ങളുണ്ട്. ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു. പുറമെ UAE, ഇറാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചു. ട്രംപ്, വ്ളാഡിമിർ പുടിൻ എന്നിവർ മോദിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യക്കൊപ്പം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ശക്തമായി നിലകൊള്ളും എന്നവർ വ്യക്തമാക്കി. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന് പുടിനും പറഞ്ഞ പശ്ചാത്തലം കൂടി. ഷപ്ന കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ സജിത്ത്? ഉണ്ട്, കാണുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യം മൊത്തം ഫോഴ്സിലെ ആൾക്കാരുണ്ട്. പറഞ്ഞോളൂ. एक मिनट, क्या है भैया? किधर है वो लोग? एक मिनट है, आपके साथी जो है वो कहाँ है?
साथी आप अकेले हो? अकेले है। मेरा पति सीआरपीएफ का असिस्टेंट कमांडेंट है, श्रीनगर है। आज कल रजौरी स्टे किया। अच्छा, हाँ, अभी इधर आया, सॉरी निकल गया। आप निकलो आगे, चलो आगे हाँ, चलो। ये शोपियान रोड है। यही छोटे रोड है, चलो तो वहाँ पर पता क्या है? ओके। हाँ, ठीक है, आप चलो इधर नहीं। ശ്രീമതി ഷപ്നയാണ് നമ്മളോടൊപ്പം ചേരായിരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ സുരക്ഷാ പരിശോധനയിൽ അവർക്ക് അവിടെ നിന്ന് പെട്ടെന്ന് മാറാൻ അവരോടും ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത ആവുകയാണ് ഈ നമ്മുടെ സംവിധാനങ്ങൾ. കാരണം അങ്ങനെയേ പറ്റുകയുള്ളൂ. കാരണം എല്ലാവരുടെയും സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. ഒപ്പം മറ്റൊരു തരത്തിലുള്ള കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, വളരെ പെട്ടെന്ന് ഒരു ഫോഴ്സിന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ല ഈ മേഖല എന്നുള്ളതാണ്. വാഹനങ്ങളൊക്കെ തുലോം പരിമിതമാണ്. ഇവിടെ കുതിരപ്പുറത്തും മറ്റും ആളുകൾ വന്നിറങ്ങി ട്രക്കിങ്ങും മറ്റും നടത്തി മടങ്ങിപ്പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്നാണ് മനസ്സിലാകുന്നത്. ദൃശ്യങ്ങളിൽ അത് കാണാം. ഹെലികോപ്റ്ററുകളിലും മറ്റും സൈനികർ അവിടെ എത്തുന്നു, പരിശോധനകൾ നടത്തുന്നു. അവിടെ ആഭ്യന്തരമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനയും ക്രമീകരണവും മറ്റും അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. 28 വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടപ്പെട്ടത് എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. വലിയ ദുഃഖകരമായ സംഭവമാണ്. രാജ്യത്തെ അതീവ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, നമ്മൾ ഒരുപാട് വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു.